Hello guys, welcome to Phone Money YouTube channel. So, in the Oppo Reno 80 quick tips, tricks, hidden features and settings video. So, it's essential few options. So, first of all, we dial Google dial. So, we call recording automatic announcement. So, just Play Store. All dialer, that means color voice in the all dialer download. Then just open so open notifications allowed and that default phone app set okay phone മാറ്റിയിട്ട് ഓ ഡയലർ സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. ഓക്കെ, സോ ഉണ്ടോ ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ റെക്കോർഡിംഗ് സഹിതം നമുക്ക് പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഇവിടെ കോൾ റെക്കോർഡിംഗ് കണ്ടോ, റെക്കോർഡ് ഓൾ കോൾസ് ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ റെക്കോർഡിംഗ് നമുക്ക് പറ്റുന്നുണ്ട്. ആണ് ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, അതേപോലെ ആപ്പ് ക്ലോൺ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുക്കുക. അതിനകത്ത് പ്രൈവസി പാസ്വേഡ് ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് കറന്റ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്, ക്വിക്ക് ആയിട്ട് പാറ്റേൺ സെറ്റ് ചെയ്യുകയാണ് ജസ്റ്റ് ഫോർ ദ മൊമെന്റ് റൈറ്റ് നൗ. ഓക്കെ, ഡൺ. ആൻഡ് റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയാണ്. ഡൺ. സോ നിങ്ങൾ കണ്ടോ, ആപ്പ് ലോക്ക്, ഹൈഡ് ആപ്പ്, പ്രൈവസി. സോ ഫസ്റ്റ് ഞാൻ ആപ്പ് ലോക്ക് ടാപ്പ് ചെയ്തു. സോ ഇപ്പം ഞാൻ കറന്റ് ജസ്റ്റ് ആപ്പ് ലോക്ക് ഓൺ ആക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് കറന്റ് ഞാൻ ക്രോം ലോക്കാണ്. സോ ജസ്റ്റ് ഇപ്പം ഞാൻ ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം കണ്ടോ ലോക്കായിട്ട് കാണിച്ചാൽ എൻ്റെ പാറ്റേൺ അടിച്ചാൽ മാത്രമാണ് അൺലോക്ക് ആവുന്നുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മുടെ ആപ്പ് ലോക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് തൊട്ടിപ്പോൾ നമുക്ക് ഹൈഡ് ആപ്സ് ഉണ്ട്. നമുക്ക് ആപ്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ സപ്പോസ് ഞാൻ അഡോബ് ബെഞ്ച്മാർക്കാണ് ഹൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ആക്സസ് കോഡ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു പിൻ അടിക്കുന്നതിന് മുമ്പും ദാറ്റ് മീൻസ് സ്റ്റാർട്ടിലും എൻഡിലും ഓരോ ഹാഷ് അടിക്കുക. സോ ഇപ്പം എൻ്റെ പിൻ 1 2 3 4 ആണെങ്കിൽ ഹാഷ് 1 2 3 4 ഹാഷ് ഡൺ. ഇത്രേ ഉള്ളൂ നമ്മുടെ ആക്സസ് കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ആണ് ഇപ്പോൾ അഡോബ് ബെഞ്ച്മാർക്ക് ഇവിടുന്ന് ഹൈഡ് ആയി കണ്ടോ, അഡോബ് ബെഞ്ച്മാർക്ക് ഹൈഡായി 3D ബെഞ്ച് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ജസ്റ്റ് ഡിഫോൾട്ട് ഡയലർ ആയിട്ട് സെറ്റ് ചെയ്തെന്ന് വെച്ചു. ഇപ്പോൾ ഓ ഡയലർ ആയിട്ട് കിടക്കണം. ജസ്റ്റ് ഞാൻ ബാക്ക് അടിച്ചു. സോ എന്താണ് നമ്മുടെ ഓ ഡയലർ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഹാഷ് 1 2 3 4 ഹാഷ്, സോറി ഹാഷ് അല്ല 4 ഹാഷ് ഉണ്ടോ. ഇൻസ്റ്റന്റ് നമ്മൾ ഹിഡൻ ആപ്സ് ഇവിടെ വന്നു. സോ അതാണ് നമ്മുടെ ഹൈഡ് ആപ്സ് വരുന്നത്. സോ നെക്സ്റ്റ് നമ്മുടെ ക്രോം എടുത്തു, സോറി നമ്മുടെ പാസ്വേഡ് സെക്യൂരിറ്റി. ലാസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ലാസ്റ്റ് വെച്ചാൽ പ്രൈവറ്റ് സേവ്. ദാറ്റ് മീൻസ് ഒരു സെക്യൂർ വോൾട്ട് പോലെ മീൻസ് നമ്മൾ ഇമേജസ് വീഡിയോസ് ടാപ്പ് ചെയ്യുക. ജസ്റ്റ് പ്ലസ് കഴിയുമ്പോൾ നമ്മുടെ കണ്ടോ നമ്മുടെ ഗാലറിയിട്ട് പോയി ഏതൊക്കെയാണോ വേണ്ടത് അത് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജസ് വീഡിയോസ് ഹൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓഡിയോ, ഡോക്യുമെന്റ്സ്, അതർ ഫയൽസ് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ആപ്പ് ക്ലോണർ. ദാറ്റ് മീൻസ് 2 ഫേസ്ബുക്ക് 2 വാട്സപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ആപ്പ് സെലക്ട് ചെയ്യുക, ആപ്പ് ചെയ്യേണ്ട ആപ്പ് ക്ലോണർ. ഓൾ സപ്പോർട്ടഡ് ആപ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോ. ഫേസ്ബുക്ക് പോകണമാണ്. സോ അങ്ങനെ എല്ലാ ആപ്സിനും നമുക്ക് സപ്പോർട്ടഡ് ആപ്സിനെല്ലാം നമുക്ക് 2 എണ്ണം വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യാണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഫോൺ വേക്ക് ചെയ്യണ ഫോണാണ്. ദാറ്റ് മീൻസ് ഇതേ ഫോൺ ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചു. ജസ്റ്റ് ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യാണ്ട് ജസ്റ്റ് ഫോൺ എടുക്കണ വഴി തന്നെ എങ്ങനെയാണ് അൺലോക്ക് ഉണ്ടാവും, ഇൻസ്റ്റന്റ് ആയിട്ട് അൺലോക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യുക. സോ പാസ്വേഡ് സെക്യൂരിറ്റി ഫേസ്, എൻ്റെ പിന്നാണ് 1 2 3 4. എന്നിട്ട് നമ്മുടെ എൻ്റർ ഹോം സ്ക്രീൻ ആഫ്റ്റർ അൺലോക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഓൺ ആക്കി ഇടുക. ഓക്കെ, ആൻഡ് എലോങ് വിത്ത് ദാറ്റ് നമ്മുടെ റേസ് ടു വേക്ക് ഉണ്ട് നമ്മുടെ അഡീഷണൽ സെറ്റിംഗ്സിനകത്ത് ജസ്റ്റേഷൻ മോഷൻസ് ഉണ്ടോ. നമ്മുടെ ജസ്റ്റേഷൻ മോഷൻസിനകത്ത് ഏറ്റവും താഴെ കിടപ്പുണ്ട് റേസ് ടു വേക്ക്, അത് ടേൺ ഓൺ ചെയ്യുക. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഭയങ്കര സിമ്പിൾ ആണ്. ജസ്റ്റ് ഇത് 3 ഫിംഗർ സ്വൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് സ്ക്രീൻഷോട്ട് എടുത്തു. പാർഷ്യൽ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ജസ്റ്റ് 3 ഫിംഗർ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് നമുക്ക് അവിടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ. ഡ്രാഗ് ചെയ്യുക, ഏതാ ഏരിയ എന്ന് വെച്ചാൽ ഡ്രാഗ് ചെയ്യുക. ജസ്റ്റ് ഇത് ഇവിടെ റൈറ്റ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഹൈ റൈറ്റ് ചെയ്യുക, ജസ്റ്റ് ടിക്ക് കൊടുക്കുക, ഉണ്ടോ സേവ് ആയി. ഓക്കെ, സോ ഇത്ര നമുക്ക് മെയിൻ ആയിട്ട് അവിടെ ഓപ്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനദർ ഒരു സംഭവം ഒന്നുണ്ട്. അത് നമ്മുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സിനകത്ത് സ്മാർട്ട് സൈഡ് ബാർ ആണ്. ഇത് കണ്ടോ, ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സൈഡ് ബാർ പോലത്തെ സാധനം വരും. കണ്ടത് ഇവിടെ. സോ ജസ്റ്റ് ഓൺ ആക്കട്ടെ. കണ്ടോ, ഏതൊക്കെ ആപ്സ് നമുക്ക് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്സ് വേണം പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആപ്സും നമുക്കിവിടെ. സപ്പോൾ നിങ്ങൾ ഗെയിമറാണ്, ഏത് ഇപ്പം സപ്പോസ് നിങ്ങൾ ക്രോമിൽ നിൽക്കുമെന്ന് വെച്ചോ. ക്രോമിൽ നിൽക്കുന്ന സമയത്ത് സോ ജസ്റ്റ് ലെറ്റ് മീ ഡ്രോ ദ പാറ്റേൺ. ഓക്കെ, സോ ക്രോമിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ആപ്പിട്ട് പോകാൻ പറ്റും. മൈ ഫയൽസ് ആയിട്ട് ആപ്പ് ചെയ്യണമെങ്കിൽ മൈ ഫയൽസ് ഇട്ട് പോയി ഉണ്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് ഓരോ ആപ്പിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു സെറ്റിംഗ്സ്. ബാക്ക് ടു സെറ്റിംഗ്സിനകത്ത് നെക്സ്റ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ ക്വിക്ക് ലോഞ്ച്. അതായത് മീൻസ് നമ്മൾ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ചെയ്താലും ഫിംഗർ പ്രിന്റ് കൈ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വേറെ ആപ്പിട്ട് പോകാൻ വേണ്ടിയാണ്. സോ ക്വിക്ക് ലോഞ്ച് എടുക്കുക. നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 5 ആപ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 ആപ്സ് സെലക്ട് ചെയ്യാം. സോ അല്ലെങ്കിൽ ഫംഗ്ഷൻ സീറ്റ് അസൈൻ ചെയ്യാം. സോ എന്നിട്ട് ഫിംഗർ പ്രിന്റ് അൺലോക്ക് ചെയ്തിട്ട് കൈ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. സോറി, കൈ അവിടെ പ്ലേ വെച്ചോണ്ടിരിക്കണ്ടോ. ഇഷ്ടമുള്ള 5 ആപ്സ് ഇട്ട് പോകാം. നമ്മൾ ഏത് ആപ്പിൽ കൊണ്ട് കൈ വിടുന്നോ ഇൻസ്റ്റന്റ് ആയിട്ട് ആ ആപ്പ് ലോഞ്ച് ആവും. സോ ക്വിക്കായിട്ട് അത്ര കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറയാനുള്ള വാട്സപ്പ് മെസ്സേജ് അയച്ചു, നിങ്ങളുടെ ഫോണിൽ റിസീവ് ആയി, അത് കഴിഞ്ഞിട്ട് പക്ഷേ അയാൾ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്തു, പക്ഷേ നിങ്ങൾക്ക് ആ മെസ്സേജ് റിക്കവർ ചെയ്യാൻ പറ്റും. സോ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാർ എടുക്കുക, അവിടെ മോർ സെറ്റിംഗ്സ് ടാപ്പ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എടുക്കുക, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക.
അപ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കറക്റ്റ് എല്ലാ നോട്ടിഫിക്കേഷൻസ് വിത്തിൻ ടൈം സ്റ്റാമ്പ് സഹിതം നിങ്ങളുടെ ഫോണിൽ കാണിക്കും. സോ യു നെവർ മിസ് എനി നോട്ടിഫിക്കേഷൻ. നിങ്ങൾ ക്ലിയർ ചെയ്താണെങ്കിലും അതുപോലെ തേർഡ് പാർട്ടി ക്ലിയർ ചെയ്താണെങ്കിലും നമുക്കവിടെ കാണാൻ പറ്റും. സോ നെക്സ്റ്റ് നമ്മുടെ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8+8GB, ദാറ്റ് മീൻസ് 16GB റാം എക്സ്പാൻഷൻ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ നോക്കിയറിയാം, ഇപ്പോൾ റാം 8GB പ്ലസ് എക്സ്റ്റൻഡ് റാം 4GB ആണ് നമുക്ക് മാറ്റിയിട്ട് മാക്സിമം. സോ 8+8GB ടോട്ടൽ 16GB നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ് ഇത്രയുള്ള നമ്മുടെ ക്വിക്ക് ആയിട്ടുള്ള Oppo Reno 8 ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഓഫ് വീഡിയോ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ. സോ നെക്സ്റ്റ് നമ്മുടെ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8+8GB, ദാറ്റ് മീൻസ് 16GB റാം എക്സ്പാൻഷൻ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ നോക്കിയറിയാം, ഇപ്പോൾ റാം 8GB പ്ലസ് എക്സ്റ്റൻഡ് റാം 4GB ആണ് നമുക്ക് മാറ്റിയിട്ട് മാക്സിമം. സോ 8+8GB ടോട്ടൽ 16GB നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ് ഇത്രയുള്ള നമ്മുടെ ക്വിക്ക് ആയിട്ടുള്ള Oppo Reno 8 ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഓഫ് വീഡിയോ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.